എ ഹീറ്റ് എൻജിൻ കൺവേർട്ട് ഡാഷ്. നമ്മുടെ ഹീറ്റ് എൻജിൻ ഉണ്ടല്ലോ, എൻജിൻ, അത് കൺവേർട്ട് ചെയ്യുന്നത് എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. അതിൻ്റെ ആൻസർ ഹീറ്റ് എനർജി ഇൻടു മെക്കാനിക്കൽ എനർജി. എ ആണ് ശരിയായ ഉത്തരം. അതായത് നമ്മുടെ എൻജിൻ എന്താ ചെയ്യുന്നത്, നമ്മുടെ ഹീറ്റ് എനർജി, അത് കെമിക്കൽ എനർജിനെ ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. ആ ഹീറ്റ് എനർജി എന്ത് ചെയ്യും, മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. എ ആണ് ശരിയായ ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി എൻജിൻ വാൾവ് ആർ ക്ലോസ്ഡ് ബൈ ഡാഷ്. നമ്മുടെ വാഹനങ്ങളുടെ എൻജിൻ വാൾവ് ഉണ്ടല്ലോ, ആ വാൾവ് ക്ലോസ് ചെയ്യുന്നത് എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ക്ലോസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്, ഈ വാൾവ് സ്പ്രിങ്ങിൻ്റെ സഹായത്താലാണ് അത് ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ വാൾവ് ഓപ്പൺ ആക്കുന്നത് എങ്ങനെയാണ്, നമ്മുടെ ക്യാം ഷാഫ്റ്റിൻ്റെ ക്യാമോ സഹായത്താലാണ് എന്ത് ആ വാൾവ് ഓപ്പൺ ആക്കുന്നത്. ക്ലോസ് ചെയ്യുന്നത് ഏതാണ്, വാൾവ് സ്പ്രിങ് കൊണ്ടാണ്. സോ ആൻസർ ഏതാണ്, സി ആണ് കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻലെറ്റ് വാൾവ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഡാഷ്. നമ്മുടെ ഇൻലെറ്റ് വാൾവ് ഉണ്ടല്ലോ, വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ഇൻലെറ്റ് വാൾവ്, അത് ഏത് മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഏത് മെറ്റീരിയലാണ്, നിക്കൽ ക്രോം അലോയ് സ്റ്റീൽ കൊണ്ടാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതേപോലെ എക്സോസ്റ്റ് വാൾവ് നമ്മൾ യൂസ് ചെയ്യും, ഈ ടങ്സ്റ്റൺ സ്റ്റീൽ ഉണ്ടല്ലോ, ഈ മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത് എക്സോസ്റ്റ് വാൾവ്. ഇൻലെറ്റ് വാൾവ് ഏതാണ്, നിക്കൽ ക്രോം അലോയ് സ്റ്റീലാണ് ഉണ്ടാക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻഡിക്കേറ്റർ ഹോഴ്സ് പവർ ഇക്വേഷൻ ഈസ് ഡാഷ്. അതായത് നമ്മുടെ ഇൻഡിക്കേറ്റർ ഹോഴ്സ് പവർ ഉണ്ടല്ലോ, ഇൻഡിക്കേറ്റർ ഹോഴ്സ് പവർ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ഏത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇൻഡിക്കേറ്റർ ഹോഴ്സ് പവർ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ഏതാ, ഈ PLANK പ്ലാങ്ക് ഡിവൈഡ് ബൈ 4500. ഡി ആണ് കറക്റ്റ് ആൻസർ. ഇപ്പോൾ ഇൻഡിക്കേറ്ററിന് പകരം ഇവിടെ ബ്രേക്ക് ഹോഴ്സ് പവർ ആണെങ്കിലോ ഈ 2πNT ഡിവൈഡ് ബൈ 4500 യൂസ് ചെയ്യും. നമ്മൾ ഇൻഡിക്കേറ്റർ ഹോഴ്സ് പവർ ആയതുകൊണ്ടതാണ് PLANK പ്ലാങ്ക് 4500. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പിസ്റ്റൺ റിംഗ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഡാഷ്. നമ്മുടെ പിസ്റ്റൺ റിംഗ് ഉണ്ടല്ലോ, അത് ഏത് മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. പിസ്റ്റൺ റിംഗ് ഏത് മെറ്റീരിയലാണ്, ഹൈ ഗ്രേഡ് കാസ്റ്റ് അയൺ. ഹൈ ഗ്രേഡ് കാസ്റ്റ് അയൺ, ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി ഫങ്ഷൻ ഓഫ് FIP ഈസ് ഡാഷ്. അതായത് FIP എന്ന് പറഞ്ഞാൽ ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പാണ്. ഫങ്ഷൻ ഓഫ് ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പ്. ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പിൻ്റെ ഫങ്ഷൻ എന്താണ്, ടു ഡെലിവർ സ്പെസിഫിക് ക്വാണ്ടിറ്റി ഓഫ് ഫ്യൂവൽ അറ്റ് സ്പെസിഫിക് ടൈം. അതായത് കറക്റ്റ് എമൗണ്ട് ഓഫ് ഫ്യൂവൽ കറക്റ്റ് ടൈമിൽ എന്ത് ചെയ്യുക, ഡെലിവർ ചെയ്യുക. അതിനാണ് എന്ത് ചെയ്യുക, ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പ് യൂസ് ചെയ്യുന്നത്. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദി ഗവർണർ ഈസ് ആൾസോ കാൾഡ് സ്പ്രിംഗ് ലോഡർ സെൻട്രിഫ്യൂഗൽ ഗവർണർ. അതായത് താഴെ 4 ഓപ്ഷനിൽ ഒരു ഗവർണർ നമ്മൾ ഏത് പറയും, സ്പ്രിംഗ് ലോഡർ സെൻട്രിഫ്യൂഗൽ ഗവർണർ എന്ന് പറയും. അത് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഏതാണ്, ഈ മെക്കാനിക്കൽ ഗവർണറെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ സ്പ്രിംഗ് ലോഡർ സെൻട്രിഫ്യൂഗൽ ഗവർണർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓംസ് ലോ എക്സ്പ്രസ്ഡ് റെസിസ്റ്റൻസ് ഈസ് ഡാഷ്. നമ്മുടെ ഓംസ് ലോ പ്രകാരം റെസിസ്റ്റൻസ് ഈക്വൽ ടു എന്ത് എന്നാണ് പറയുന്നത്. റെസിസ്റ്റൻസ് R ഈക്വൽ ടു നമ്മൾ എന്താ പറയുക, V/I എന്ന് പറയും. അതായത് വോൾട്ട് ഡിവൈഡ് ബൈ കറണ്ട്. സോ ആൻസർ ഏതാണ്, എ ആണ് കറക്റ്റ്, വോൾട്ടേജ് ഡിവൈഡ് ബൈ കറണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പോസിറ്റീവ് പ്ലേറ്റ് ഓഫ് ലെഡ് ആസിഡ് ബാറ്ററി കൺസിസ്റ്റ് ഓഫ് ഗ്രിഡ് ഫിൽഡ് വിത്ത് എ പേസ്റ്റ് ഓഫ് ഡാഷ്. അതായത് ക്വസ്റ്റ്യൻ ഇതാണ് ചോദിച്ചിരിക്കുന്നത്, നമ്മുടെ ലെഡ് ആസിഡ് ബാറ്ററി ഇല്ലേ, അതിൻ്റെ പോസിറ്റീവ് പ്ലേറ്റ് എന്ത് ബേസ് ചെയ്തിട്ടുണ്ടാവും എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. എന്തായിരിക്കും ഉണ്ടാവുക, പോസിറ്റീവ് പ്ലേറ്റ് എപ്പോഴും എന്തായിരിക്കും, PbO2 ആണ്. ബി ആണ് കറക്റ്റ് ആയത്. അത് ലെഡ് ഓക്സൈഡ് ആയിരിക്കും എന്തുണ്ടാകുക, പോസിറ്റീവ് പ്ലേറ്റിന് ഉണ്ടാകുക. നെഗറ്റീവ് പ്ലേറ്റിൽ എന്തുണ്ടാവും, വെറും PB, അതായത് സ്പോഞ്ചി ലെഡ് മാത്രം നെഗറ്റീവ് പ്ലേറ്റ് ഉണ്ടാവും. സപ്പോസ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഡെഡ് പ്ലേറ്റ്, അതായത് ഡിസ്ചാർജ് ആണ് പ്ലേറ്റില്ലെങ്കിൽ നമ്മൾ എന്ത് കാണും, ഡിസ്ചാർജ് പ്ലേറ്റ് ആണെങ്കിൽ എന്തായിരിക്കും, PbSO4 ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റേഡിയേറ്റർ പ്രഷർ ക്യാപ്പ് കൺസിസ്റ്റ് ഡാഷ്. അതായത് റേഡിയേറ്ററിൻ്റെ പ്രഷർ ക്യാപ്പ് ഉണ്ടല്ലോ, ആ മേലെ വയ്ക്കുന്ന ക്യാപ്പ്, അത് എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ആ പ്രഷർ ക്യാപ്പ് എന്തായിരിക്കും, ഈ പ്രഷറും വാക്വം വാൾവും ആയിരിക്കും. ഡി ആണ് കറക്റ്റ്. ഈ രണ്ടും ആ പ്രഷർ ക്യാപ്പ് ചെയ്യും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി ഓയിൽ പമ്പ് ഈസ് ജനറലി ഡ്രിവൺ ബൈ ഡാഷ്. അതായത് നമ്മുടെ വാഹനങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന ഓയിൽ പമ്പ് ഉണ്ടല്ലോ, ആ ഓയിൽ പമ്പ് ഡ്രൈവ് ചെയ്യുന്നത് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ചില വാഹനങ്ങളിൽ നമ്മൾ ക്രാങ്ക് ഷാഫ്റ്റ് ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യും. ചില വാഹനങ്ങൾ എന്ത് ചെയ്യും, ക്യാം ഷാഫ്റ്റ് ഉപയോഗിച്ച് ഡ്രൈവ് ചെയ്യും. കൂടുതലായിട്ടും വാഹനങ്ങളിൽ ക്യാം ഷാഫ്റ്റാണ് യൂസ് ചെയ്യാറുള്ളത്.
ഓൾഡ് വാഹനങ്ങളിലാണ് നമ്മൾ എന്ത് ചെയ്ത് ക്യാം ഷാഫ്റ്റ് ഡയറക്റ്റ് യൂസ് ചെയ്യുന്നത്. പുതിയ വാഹനങ്ങളിലൊക്കെ എങ്ങനെയായിരിക്കും വെച്ച് കഴിഞ്ഞാൽ നേരിട്ട് ക്യാം ഷാഫ്റ്റ് ആയിരിക്കും ഡ്രൈവ് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി പർപ്പസ് ഓഫ് ഹീറ്റ് ഡാം ഇൻ എ പിസ്റ്റൺ? പിസ്റ്റണ് നമ്മുടെ ഹീറ്റ് ഡാം വെച്ചിട്ടുണ്ടാവും എവിടെ, പിസ്റ്റൻ്റെ ഹെഡിൻ്റെ. അതിൻ്റെ ആവശ്യം എന്ത് എന്നാണ് ക്വസ്റ്റ്യൻ വെച്ചിരിക്കുന്നത്. അതിൻ്റെ ആവശ്യം എന്തിനാണ്? അതിൻ്റെ ആൻസർ ടു എനേബിൾ ദ പിസ്റ്റൺ റൺ കൂളർ. അതായത് നമ്മുടെ പിസ്റ്റൺ ഉണ്ടല്ലോ അത് കൂൾ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ആ ഡാം വെച്ചിരിക്കുന്നത്. എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു മീൻ ബൈ കംപ്രഷൻ റേഷ്യോ? കംപ്രഷൻ റേഷ്യോ പറഞ്ഞാൽ എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. കംപ്രഷൻ റേഷ്യോ എന്താണ്? ടോട്ടൽ വോളിയം ബൈ ക്ലിയറൻസ് വോളിയം. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എൻജിൻ മിസ്ഫയറിംഗ് ഈസ് ഡ്യൂ ടു ഡാഷ്. അതായത് നമ്മുടെ എൻജിൻ ഉണ്ടല്ലോ, എൻജിൻ മിസ്ഫയറിംഗ് ആകുന്നത് എന്ത് കാരണം കൊണ്ടാണ് എന്നാണ് ക്വസ്റ്റ്യൻ വെച്ചിരിക്കുന്നത്. താഴെ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. എക്സസീവ് വാൾവ് ക്ലിയറൻസ്, ലെസ് വാൾവ് ക്ലിയറൻസ്, മോർ പിസ്റ്റൺ ക്ലിയറൻസ്, മോർ വാൾവ് ഗേറ്റ് ക്ലിയറൻസ്. ശരിയായ ഉത്തരം ഏതാണ്? ലെസ് വാൾവ് ക്ലിയറൻസ്. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലീസ്റ്റ് കൗണ്ട് ഓഫ് മൈക്രോമീറ്റർ ഈസ് ഡാഷ്. മൈക്രോമീറ്റർ ലീസ്റ്റ് കൗണ്ട് എത്രയാണ്? 0.01 mm. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടു ചേഞ്ച് റെസിപ്രോക്കേറ്റിംഗ് മോഷൻ ടു റോട്ടറി മോഷൻ ഇൻ ദി എൻജിൻ ഹാസ് ഡാഷ്. അതായത് ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചിരിക്കുന്നത്, നമ്മുടെ എൻജിനകത്ത് നമ്മുടെ റെസിപ്രോക്കേറ്റിംഗ് മോഷനെ റോട്ടറി മോഷനാക്കി മാറ്റുന്ന ഡിവൈസുകൾ ഏതൊക്കെയാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണത്? കണക്റ്റിംഗ് റോഡും ക്രാങ്ക് ഷാഫ്റ്റും. ഡി ആണ് കറക്റ്റ്. അതായത് കണക്റ്റിംഗ് റോഡിൻ്റെ റെസിപ്രോക്കേറ്റിംഗ് മോഷനെ ഏത് ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ റോട്ടറി മോഷനാക്കി മാറ്റുകയാണ്. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാനുവൽ പ്രസ് ഓപ്പറേറ്റഡ് ബൈ ഹാൻഡ് ഈസ് കാൾഡ് ഡാഷ്. അതായത് നമ്മുടെ ഹാൻഡ് കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന മാനുവൽ പ്രസ് ഉണ്ടല്ലോ അതിനെ പറയുന്ന പേരെന്ത് എന്നാണ് ക്വസ്റ്റ്യൻ പറയുന്നത്? ആർബർ പ്രസ് എന്നാണ് പറയുന്നത്. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി റീമർ ഈസ് യൂസ്ഡ് ഫോർ ഡാഷ്. അത് നമ്മുടെ റീമർ ഉണ്ടല്ലോ, ആ റീമർ എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. റീമർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? എൻലാർജിങ് ആൻഡ് ഫിനിഷിങ് ഹോൾ. ഡി ആണ് കറക്റ്റ്. അതായത് ഹോൾ വലുതാക്കാനും ആ വലുതാക്കിയ ഹോൾ ഫിനിഷ് ചെയ്യാനും വേണ്ടിയാണ് നമ്മൾ റീമർ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാഷർ ഹെൽപ്പ് ടു ഡാഷ്. വാഷർ എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഡിസ്ട്രിബ്യൂട്ട് ഫോഴ്സ് ഓവർ എ ലാർജ് ഏരിയ. ബി ആണ് കറക്റ്റ്. അതായത് നമുക്ക് അതിന് മേലെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഉണ്ടല്ലോ അത് കുറച്ച് കൂടുതൽ ഏരിയയിലേക്ക് എന്ത് ചെയ്യാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ വാഷർ യൂസ് ചെയ്യുന്നത്. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് എൻജിൻ ക്രാങ്ക് ഷാഫ്റ്റ് ലെങ്ത് ഈസ് മാക്സിമം? താഴെ 4 ഓപ്ഷൻ വന്നിട്ട് അതിലെ ഏത് എൻജിൻ ക്രാങ്ക് ഷാഫ്റ്റിനാണ് ലെങ്ത് കൂടുതൽ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഏതൊക്കെയാണുള്ളത്? ഓപ്ഷൻ എന്താണ്? വി എൻജിൻ, ഇൻലൈൻ എൻജിൻ, റേഡിയൽ എൻജിൻ, ഓപ്പോസിറ്റ് എൻജിൻ. ഈ 4 ഉള്ളത്. അതിൽ ശരിയായ ഉത്തരം ഏതാണ്? ഇൻലൈൻ എൻജിൻ. ഇൻലൈൻ എൻജിനാണ് ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ലെങ്ത് കൂടുതൽ ഉണ്ടാവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ഹോൾ ഈസ് ഡ്രിൽ ബിറ്റ്വീൻ ക്രാങ്ക് ഷാഫ്റ്റ് മെയിൻ ജേണൽ ആൻഡ് ക്രാങ്ക് പിൻ ഫോർ ഡാഷ്. അതായത് നമ്മുടെ എൻജിനിലെ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ മെയിൻ ജേണലിലും ക്രാങ്ക് പിന്നിലും ഇവിടെ ഒരു ചെറിയ എന്തുണ്ടാവും? ഡ്രിൽ ഹോൾ ഇട്ടിട്ടുണ്ടാവും. അത് എന്തിനാണ് ആ ഹോൾ ഇട്ടിരിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. എന്തിനാണ്? ലൂബ്രിക്കേഷൻ കണക്റ്റിംഗ് റോഡ് ബെയറിംഗ്. അതായത് കണക്റ്റിംഗ് റോഡിൻ്റെ ബെയറിംഗ് ഉണ്ടല്ലോ ആ ബെയറിംഗ് ലൂബ്രിക്കേഷൻ ചെയ്യാൻ വേണ്ടിയാണ് ആ ഹോൾ ഇട്ടിരിക്കുന്നത്. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ എ ഡ്രൈ സം ലൂബ്രിക്കേഷൻ സിസ്റ്റം സ്കാവെഞ്ചിങ് പമ്പ് ഈസ് യൂസ്ഡ് ഡാഷ്. അതായത് നമ്മൾ ഡ്രൈ സം ലൂബ്രിക്കേഷൻ സിസ്റ്റം എടുത്തു, അതിലെ സ്കാവെഞ്ചിങ് പമ്പ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. എന്തിനാണ് യൂസ് ചെയ്യുന്നത്? പമ്പ് ദി ഓയിൽ ഫ്രം സം ടു ടാങ്ക്. എ ആണ് കറക്റ്റ് ആൻസർ. അതായത് നമ്മുടെ സമ്പിനകത്തുനിന്ന് ഓയിൽ എന്ത് ചെയ്യണം? പമ്പ് ചെയ്യണം. എവിടേക്ക്? ടാങ്കിലേക്ക് പമ്പ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫീഡ് പമ്പ് ആർ ഡ്രിവൺ ബൈ ഡാഷ്. നമ്മുടെ ഫീഡ് പമ്പ് ഉണ്ടല്ലോ ആ ഫീഡ് പമ്പ് ഡ്രിവൺ ചെയ്യുന്നത് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഏതാണ് അതിൻ്റെ ആൻസർ? അത് ക്യാം ഷാഫ്റ്റ് ഓഫ് FIPയിലെ ക്യാം ഷാഫ്റ്റ് ഇല്ലേ അതാണ് അത് ഡ്രിവൺ ചെയ്യുന്നത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദി ലോവസ്റ്റ് പാർട്ട് ഓഫ് ദി പിസ്റ്റൺ ഈസ് ഡാഷ്. അതായത് പിസ്റ്റൺ ഉണ്ടല്ലോ പിസ്റ്റൻ്റെ ഏറ്റവും താഴെ വരുന്ന പോർഷൻ്റെ പേരെന്ത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. താഴെ വരുന്ന പോർഷൻ്റെ പേരെന്താണ്? സ്കർട്ട് എന്നാണ് പറയുന്നത്. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാർപ്പ്നെസ് ഓഫ് സിലിണ്ടർ ഹെഡ് ഈസ് കേസ്ഡ് ബൈ ഡാഷ്. അതായത് നമ്മുടെ സിലിണ്ടർ ഹെഡിനകത്തൊരു ഇറഗുലർ ഷേപ്പായിട്ട് വരും.
അതായത് ഒരു പരപ്പനായിട്ട് ഷേപ്പ് വരും. അതിൻ്റെ റീസൺ എന്തുകൊണ്ടാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ഉത്തരം എന്താണ്? അൺഈവൻ ടൈറ്റിങ് ഓഫ് നട്ട്. അത് നട്ട് ഉണ്ടല്ലോ, അത് അൺഈവനായിട്ട് ടൈറ്റ് ചെയ്യുമ്പോഴാണ് ആ ഒരു പരപ്പനസ് വരുന്നത്. ആൻസർ ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെന്റ് ഹോൾസ് ആർ പ്രൊവൈഡഡ് ഇൻ വെറ്റ് സെൽ. അതായത് നമ്മുടെ ബാറ്ററി ഉണ്ടല്ലോ, ഓട്ടോമൊബൈൽ ബാറ്ററിയിൽ വെന്റ് ഹോൾസ് ഉണ്ടാവും. ആ വെന്റ് ഹോൾ എന്തിനാണ് ഇട്ടിരിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. എന്തിനാണ് ഇട്ടിരിക്കുന്നത്? ടു അലോ ഗ്യാസ് ടു എസ്കേപ്പ് ഡ്യൂറിങ് ചാർജിങ് ഓൺലി. അതായത് ചാർജ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, അതിനകത്തുള്ള എയർത്ത് ഉണ്ടല്ലോ, ഗ്യാസുകൾ, അത് പുറത്തേക്ക് പോകാനാണ് ആ ഒരു ഹോൾ ഇട്ടിരിക്കുന്നത്. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി സെൻട്രിഫ്യൂഗൽ അഡ്വാൻസ് മെക്കാനിസം അഡ്വാൻസ് ദി ടൈമിംഗ് വെൻ ഫ്ലൈ വെയിറ്റ് ഡാറ്റ്. അതായത് ക്വസ്റ്റ്യൻ ഇതാണ് ചോദിച്ചിരിക്കുന്നത്, നമ്മുടെ സെൻട്രിഫ്യൂഗൽ അഡ്വാൻസ് മെക്കാനിക്സിൽ അഡ്വാൻസ് ടൈമിംഗ്, അതായത് ടൈമിംഗ് അഡ്വാൻസ് ചെയ്യാൻ ഒരു ഫ്ലൈ വെയിറ്റ് വെച്ചിട്ടുണ്ട്. ആ ഫ്ലൈ വെയിറ്റിൻ്റെ ഏത് പൊസിഷനിലാണ് അഡ്വാൻസ് ടൈമിംഗ് ഉണ്ടാകുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഏത് ടൈമിലാണ്? ഫ്ലൈ ഔട്ട്വേർഡ്. എ ആണ് കറക്റ്റ്. അതായത് ആ വെയിറ്റ് പുറത്തോട്ട് പോകും, വെളിയിലോട്ട് തള്ളുന്ന സമയത്താണ് എന്ത് അഡ്വാൻസ് ആയിട്ട് ടൈമിംഗ് ഉണ്ടാകുന്നത്. എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി ഡൈനാമ യൂസ്ഡ് ഇൻ ഓട്ടോമൊബൈൽ ഈസ് ഡാഷ്. നമ്മൾ ഓട്ടോമൊബൈൽ യൂസ് ചെയ്യുന്ന ഡൈനാമ ഏത് ടൈപ്പാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഏത് ടൈപ്പാണ്? 2 പോൾ ടൈപ്പാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ചാർജിങ് സിസ്റ്റം ദി റെഗുലേറ്റർ ആക്ട് ആസ് ഡാഷ്. നമ്മുടെ ചാർജിങ് സിസ്റ്റത്തിൽ റെഗുലേറ്റർ എന്താണ് ആക്ട് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. റെഗുലേറ്റർ എന്തായിട്ട് ആക്ട് ചെയ്യുക? ആൻഡ് ഓട്ടോമാറ്റിക് കൺട്രോളറായിട്ട്. എ ആണ് കറക്റ്റ് ആൻസർ. അതായത് ഓട്ടോമാറ്റിക് കൺട്രോളറായിട്ടാണ് എന്ത് റെഗുലേറ്റർ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പിസ്റ്റൺ റിംഗ് ഗ്യാപ്പ് ഇൻ ദ സിലിണ്ടർ ബോർ ഈസ് ഡാഷ്. അതായത് പിസ്റ്റൻ്റെ റിംഗ് ഗ്യാപ്പ് ഉണ്ടല്ലോ, അതായത് സിലിണ്ടറിൽ ഇതൊരു സിലിണ്ടറാണ് വയ്ക്കുക, ഈ സിലിണ്ടറിലും ഈ പിസ്റ്റനാണ് അത് വയ്ക്കുക. ഈ പിസ്റ്റൻ്റെയും ഈ സിലിണ്ടറും ഈ ഗ്യാപ്പ് ഉണ്ടല്ലോ, റിംഗ് വയ്ക്കുന്ന ഈ ഗ്യാപ്പ്, ആ ഗ്യാപ്പ് എത്ര എം എം വരയ്ക്കാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അത് എത്രയാണ്? 0.035 to 0.055 എം വരയ്ക്ക് ആ ഗ്യാപ്പ് പാടുള്ളൂ. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ടു മെഷർ സിലിണ്ടർ ബോർ ഡയാമീറ്റർ ഈസ് ഡാഷ്. ഏത് ഇൻസ്ട്രുമെൻറ്റ് ഉപയോഗിച്ചാണ് സിലിണ്ടർ ബോർ മെഷർ ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ബോർ ഡയൽ ഗേജ് കൊണ്ടാണ് അത് മെഷർ ചെയ്യുന്നത്. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വോൺ ഔട്ട് ക്യാം ലൂപ്പ് ലീഡ് ടു ഡാഷ്. അതായത് നമ്മുടെ ക്യാം ലൂപ്പ് ഉണ്ട്, അതിങ്ങനെ പൊന്തി നിൽക്കുന്ന ഈ പോർഷൻ ഇവിടെ ആയിരിക്കും ക്യാമിൻ്റെ. ഈ ലൂപ്പ് കംപ്ലൈൻസ് ആകുക അല്ലെങ്കിൽ വീർനാഥ് സംഭവിച്ചാൽ എന്ത് സംഭവിക്കും എന്നാണ് ക്വസ്റ്റ്യൻ ചെയ്യുക. ഇത് വീർനാഥ് സംഭവിച്ചാൽ എന്ത് സംഭവിക്കുന്ന, നമ്മുടെ വാൾവ് ഓപ്പൺ ആകാനുള്ള ടൈം ഉണ്ടല്ലോ, അത് മെല്ലെ ഓപ്പൺ ആവുള്ളൂ, ക്ലോസ് ചെയ്യുന്നത് വളരെ പെട്ടെന്ന് ക്ലോസ് ആവും. സോ എന്താ, എയർ ഫ്യൂൽ മിക്സറിൻ്റെ വോളിയം എന്തായിരിക്കും? കുറച്ച് വോളിയം എയർ ഫ്യൂൽ മിക്സറെ സിലിണ്ടറിനകത്ത് പോകുള്ളൂ, വോളിയോമെട്രിക് എഫിഷ്യൻസി കുറയും. അപ്പോൾ സോ ആൻസർ എന്താണ്? ഡിക്രീസ് വോളിയോമെട്രിക് എഫിഷ്യൻസി. എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വോൺ ഔട്ട് കൺട്രോൾ റാക്ക് ടീത്ത് വിൽ കേസ് ഡാഷ്. അതായത് നമ്മുടെ കൺട്രോൾ റാക്കിൻ്റെ ടീത്ത് ഉണ്ടല്ലോ, അത് കംപ്ലൈൻ്റ് ആയിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. എന്ത് സംഭവിക്കും? മിസ് അലൈൻമെൻറ്റ് ഓഫ് പ്ലഞ്ചർ. അതായത് നമ്മുടെ പ്ലഞ്ചർ എന്ത് ചെയ്യും? മിസ് അലൈൻമെൻറ്റ് ആവും. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി റേഷ്യോ ഓഫ് വർക്ക് ഔട്ട്പുട്ട് ടു ദി ബേൺ ഫ്യൂൽ എനർജി ഈസ് കാൾഡ് ഡാഷ്. അതായത് നമ്മുടെ വർക്ക് ഔട്ട്പുട്ടിൻ്റെയും നമ്മൾ ഇൻറ്റേർണലായിട്ട് കത്തുന്ന എനർജിയുടെയും റേഷ്യോനെ പറയുന്ന പേരെന്ത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. റേഷ്യോനെ പറയുക തെർമൽ എഫിഷ്യൻസി എന്നാണ് പറയുന്നത്. എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓയിൽ ഫിൽട്ടർ എലമെൻറ്റ് ഷുഡ് റീപ്ലേസ് എവറി ഡാഷ്. അതായത് നമ്മുടെ ഓയിൽ ഫിൽട്ടർ ഉണ്ടല്ലോ, ഓയിൽ ഫിൽട്ടർ എപ്പോഴാണ് റീപ്ലേസ് ചെയ്യുക എന്നാണ് ക്വസ്റ്റ്യൻ. എപ്പോഴാണ്? ഓയിൽ ചേഞ്ച് ചെയ്യുന്നത്. അതായത് ഓയിൽ ചേഞ്ച് ആവുന്ന സമയത്ത് എന്തിനും ഓയിൽ ഫിൽട്ടറും മാറ്റണം. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ സ്മോക്കിംഗ് ബ്ലൂ എക്സോസ്റ്റ് ഈസ് ഡ്യൂ ടു ഡാഷ്. അതായത് ബ്ലൂ കളറുള്ള എക്സോസ്റ്റ് ഗ്യാസ് വരികയാണെങ്കിൽ അത് എന്ത് കാരണം കൊണ്ടാണ് ആ ബ്ലൂ കളർ എക്സോസ്റ്റ് ഗ്യാസ് വരുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ എഞ്ചിൻ്റെ ഇന്ധനം കത്തിയില്ലേ, എഞ്ചിൻ സൈലൻസിൽ കൂടെ നമ്മുടെ ഈ ബ്ലൂ കളർ എക്സോസ്റ്റ് ഗ്യാസ് വരികയാണെങ്കിൽ എന്ത് റീസൺ കൊണ്ടാണ് ആ ബ്ലൂ കളർ വരുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്.
അതിൻ്റെ ഉത്തരം എന്താണ്? ഇതിൻ്റെ ആൻസർ ബേണിംഗ് ഓഫ് ഓയിൽ ഇൻ ദി കമ്പഷൻ ചേമ്പർ. അത് കമ്പഷൻ ചേമ്പറിനകത്ത് എന്ത് സംഭവിച്ചിട്ടുണ്ട്? ഓയിലിൻ്റെ സാന്നിധ്യം ഉണ്ട്. അതുകൊണ്ടാണ് ആ ബ്ലൂ കളർ എക്സോസ്റ്റ് ഗ്യാസ് വരുന്നത്. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ദി ഗേജ് യൂസ്ഡ് ടു ചെക്ക് ബിയറിംഗ് ക്ലിയറൻസ്. അതായത് ബിയറിങ്ങിൻ്റെ ക്ലിയറൻസ് ചെക്ക് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ഏത് എന്നാണ് ക്വസ്റ്റ്യൻ വെച്ചിരിക്കുന്നത്. ഏതാണ്? പ്ലാസ്റ്റിക് ഗേജ് ആണ് അത് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ്. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്ട്രിബ്യൂട്ടർ ഷാഫ്റ്റ് സപ്പോർട്ടഡ് ബൈ ഡാഷ്. അതായത് ഡിസ്ട്രിബ്യൂട്ടർ ഷാഫ്റ്റ് ഉണ്ടല്ലോ, അത് എന്തിൻ്റെ സഹായത്താലാണ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാകുക എന്നാണ് ക്വസ്റ്റ്യൻ വെച്ചിരിക്കുന്നത്. എന്ത് സഹായിച്ചാണ്? ബുഷ് ബെയറിങ്ങിൻ്റെ സഹായത്താലാണ് എന്ത് ഡിസ്ട്രിബ്യൂട്ടർ ഷാഫ്റ്റ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാകുക. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടു സെറ്റ് ഇഗ്നീഷൻ ടൈമിംഗ് ഫ്ലൈ വീൽ ടി ഡി സി മാർക്ക് ഈസ് കോയിൻസൈഡ് വിത്ത് ഡാഷ്. അതായത് പിസ്റ്റൺ ടി ഡി സിയിൽ എത്തുന്ന സമയത്ത് നമ്മൾ എന്തിന് ഇഗ്നീഷൻ ടൈമിംഗ് മാർക്ക് ചെയ്യണം ഇതിൽ ഫ്ലൈ വീലിനകത്ത്. എങ്കിൽ ഈ ഫ്ലൈ വീലിൽ ഏത് ലൈനുമായിട്ടാണ് കോയിൻസൈഡ് ചെയ്യണത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഏത് ലൈനുമായി കോയിൻസൈഡ് ചെയ്യണം? ഫ്ലൈ വീൽ ഹൗസിംഗ് പോയിന്ററുമായിട്ട് കോയിൻസൈഡ് ചെയ്തിരിക്കും. ഡി ആണ് കറക്റ്റ് ആൻസർ.